യൂത്ത് കോൺഗ്രസിനെതിരായ തന്റെ വിമർശനം ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും അതിൽ ദുരുദ്ദേശമായി ഒന്നുമില്ലെന്നും പറഞ്ഞതിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുവെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ യോഗത്തിൽ പറഞ്ഞത് സദുദ്ദേശപരമായ നിർദ്ദേശമാണ്. ബഹുഭൂരിപക്ഷം പഞ്ചായത്തുകളിലും യൂത്ത് കോൺഗ്രസിന് മണ്ഡലം പ്രസിഡന്റുമാരില്ല. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ജയിക്കണമെങ്കിൽ ഓരോ പഞ്ചായത്തിലും കമ്മിറ്റികൾ വേണം. സമരത്തിൽ പങ്കെടുത്താൽ ടിവിയിൽ വരും. അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ജില്ലാ നേതൃത്വം പഞ്ചായത്തുകളിലേക്ക് പോകണമെന്നാണ് താൻ പറഞ്ഞതെന്നും കുര്യൻ പറഞ്ഞു. അത് പാർട്ടിക്ക് വേണ്ടി പറഞ്ഞ അഭിപ്രായമാണെന്നും കുര്യൻ പറഞ്ഞു. അതിൽ എവിടെയാണ് ദോഷമെന്നത് അറിയില്ല. ആരെയും വിമർശിച്ചിട്ടില്ല. പാർട്ടിയുടെ താല്പര്യം നോക്കി ഉത്തമ ബോധ്യമുള്ള കാര്യമാണ് പറഞ്ഞത്. ഇപ്പോഴും തന്റെ അഭിപ്രായം ഇതാണ്. ടിവിക്കും സോഷ്യൽ മീഡിയക്കും പുറത്തുമുള്ള 40% പേരെ ആര് അഡ്രസ് ചെയ്യുമെന്നും കുര്യൻ ചോദിച്ചു. ചിലയിടങ്ങളിൽ ഒരു ബൂത്തിൽ ഒരാൾ പോലുമില്ല. അത് പരിഹരിക്കേണ്ടത് യൂത്ത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തമാണ്. CPM-ന് ശക്തമായ കേഡർ പാർട്ടിയാണ്. ആ നിലയിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുപോകേണ്ടത് യൂത്ത് കോൺഗ്രസ് ആണ്. മുൻപ് അങ്ങനെയായിരുന്നു. ഇന്ന് അങ്ങനെയാണോ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്റെ ജില്ലയിൽ 3 യൂത്ത് കോൺഗ്രസുകാർ മത്സരിച്ചപ്പോൾ ആരെങ്കിലും ജയിച്ചോ എന്നുകൂടി കുര്യൻ ചോദിച്ചു. സീനിയർ നേതാവ് എന്ന നിലയിൽ പാർട്ടി പ്രവർത്തകരെ സഹായിക്കുന്നതിന് സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ട്. താൻ കേന്ദ്രമന്ത്രി ഉൾപ്പെടെ ആയ ആളാണ്. മറ്റ് നേതാക്കളെ പോലെ തനിക്ക് ഡൽഹിയിലോ തിരുവനന്തപുരത്തോ താമസിക്കാമായിരുന്നു. താൻ അത് ചെയ്യാതെ ഇപ്പോഴും നാട്ടിൽ തന്നെ തുടരുകയാണെന്നും കുര്യൻ പറഞ്ഞു. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് ഏതാണ്ട് 20% ആളുകൾ കാണും. അതിൽ 10% ആളുകൾ പുറത്താണ്. താൻ ഒരു കാലത്തും അത് ശ്രദ്ധിക്കാറില്ല. തന്നെ സാറെന്ന് വിളിക്കാൻ ആരോടും പറഞ്ഞിട്ടില്ല. തന്നെ കുര്യൻ എന്ന് വിളിച്ചാൽ മതി. അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും വിളിക്കാം. ഇനി എടോന്ന് വിളിക്കണമെങ്കിലും വിളിക്കാം. ചിലർ കുര്യൻ സാറേ എന്ന് വിളിക്കുന്നത് അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണെന്നും PJ കുര്യൻ മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം PJ കുര്യനെ തള്ളാതെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. കുര്യൻ ലക്ഷ്യം വെച്ചത് സംഘടനയുടെ ശാക്തീകരണമാണെന്നും പാർട്ടി കൂടുതൽ ശക്തമാകണമെന്ന് സീനിയർ കോൺഗ്രസ് നേതാക്കൾ ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ലെന്നും അദ്ദേഹം പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ പോലീസിന്റെ അക്രമങ്ങൾ നേരിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ പ്രതിസന്ധികളിൽ സമരപരിപാടികൾ ശക്തമാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. പൊളിറ്റിക്കൽ ഡെസ്ക്, ഇന്നറിയൽ ന്യൂസ് കേരള. Family Wedding Center, the beginning of forever. Kunnamangalam, Vadagara, Manjeri, Meppadi, Tirur, Perindalmanna, Kannur.